തിരുവനന്തപുരം നഗരൂരിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. കല്ലറ തച്ചോണം സ്വദേശി ഈസാർ റാവുത്തറിനാണ് പരിക്കേറ്റത്. MG പ്രതീഷ് ഇതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നു. അതിനു മുമ്പ് ആ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിലേക്ക്. യെസ്, MG പ്രതീഷിലേക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിക്കാൻ ചേരുകയാണ്. പ്രതീഷ്, CCTV ദൃശ്യങ്ങൾ ഈ അപകടത്തിൻ്റെ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ആരുടെ ഭാഗത്താണ് തെറ്റുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ പറയുന്നത് പോലെ ഒരു കാറ് പ്രതീക്ഷ കേൾക്കാമെങ്കിൽ ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നും ഈ അപകടം എങ്ങനെ ഉണ്ടായി, ആരുടെ ഭാഗത്താണ് വീഴ്ച എന്നത് വ്യക്തമാവുന്നുണ്ട്. ഒരു കാറ് ഈ സ്കൂട്ടറിനെ തട്ടുന്നത് കാണാം. അത് ഒരു വളവിൽ വെച്ച് ഈ കാറ് ഈ സ്കൂട്ടറിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചത് അവിടെ? പ്രജിൻ, തിരുവനന്തപുരം നഗരൂരിൽ ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് അപകടം ഉണ്ടാകുന്നത്. ഈ നഗരൂർ ഭാഗത്ത് നിന്നും കിളിമാനൂർ ഭാഗത്തേക്ക് ഇരുചക്ര വാഹനത്തിൽ പോവുകയായിരുന്നു കല്ലറ തച്ചോണം സ്വദേശിയായ ഈസാർ റാവുത്തർ. ഈ സമയത്താണ് അതേ ദിശയിൽ പിന്നിലൂടെ വന്ന ഒരു കാർ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ഈ സ്കൂട്ടർ യാത്രകനെ ഇടുകയായിരുന്നു. ഈ ഇടിയുടെ ആഘാതത്തിൽ ഈ തറയിലേക്ക് അദ്ദേഹം മറിഞ്ഞു വീണു. അങ്ങനെയാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഉടനെ ഈ നാട്ടുകാർ ചേർന്ന് അടുത്തുള്ള സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ പരിക്ക് ഗുരുതരമെന്നതാണ് പ്രാഥമിക പരിശോധനയിൽ മനസ്സിലായത്. തുടർന്ന് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ഈ ഈസർ റാവുത്തറിനെ മാറ്റിയിട്ടുണ്ട്. 3 യുവാക്കളായിരുന്നു ഈ കാറിൽ ഉണ്ടായിരുന്നത്. ഈ യുവാക്കളെ ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ നഗരൂർ പോലീസ് അപകടത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഈ വിദഗ്ധ ചികിത്സയ്ക്കായാണ് മെഡിക്കൽ കോളേജിലേക്ക് ഈ ഈസർ റാവുത്തറിനെ മാറ്റിയത്. ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ കാറിന്റെ ഈ ഓവർടേക്കിംഗ് ആണ് അപകടത്തിന് കാരണമായതെന്ന് വ്യക്തമായിട്ടുള്ളത്. കാറിൽ ഓടിച്ചിരുന്ന ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട്. യെസ്, എന്തായാലും ആ ദൃശ്യങ്ങൾ അത് പേടിപ്പെടുത്തുന്നതാണ്. കാരണം തൊട്ട് പിറകിൽ മറ്റൊരു വാഹനമുണ്ട്. അതിൻ്റെ വേഗം പെട്ടെന്ന് കുറയ്ക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് വലിയ ദുരന്തം ആയിട്ടത് മാറാതെ പോയത്. എന്തായാലും ഇപ്പോൾ പരിക്കേറ്റ ഈസാർ റാവുത്തർ ചികിത്സയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ആ കാറിലെ യാത്രക്കാർക്കെതിരെ കേസെടുക്കാനുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ടെന്നാണ് MG പ്രതീഷ് റിപ്പോർട്ട് ചെയ്തത്.